ഇന്റീരിയർ 3Dയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കണക്ട് ഓപ്ഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇവിടെ കോമ്പൗണ്ട് ഒബ്ജക്ട്സിലാണ് നമുക്ക് കണക്ട് എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കണക്ട് എടുത്ത് നമുക്ക് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ പോയിട്ട് ഞാനൊരു ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മോഡിഫൈയിൽ വന്നു. മോഡിഫൈയിൽ വന്നിട്ട് ലെങ്ത് സെഗ്മെന്റ് ഞാൻ 6 ആക്കുന്നു. വിഡ്ത്ത് സെഗ്മെന്റ് ഞാൻ 6 ആക്കി കൊടുക്കുന്നു. ഹൈറ്റ് സെഗ്മെന്റ് 6 ആക്കുന്നു. അതിനുശേഷം ഇതിന്റെ ഒരു കോപ്പി ഞാൻ എടുക്കുകയാണ്. മൂവ് ടൂൾ എടുത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കോപ്പി ഇതിന്റെ എടുക്കുകയാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഇതിനെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി എന്നുള്ള ഓപ്ഷനിലേക്ക് ഞാൻ മാറ്റുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് പോളിഗൺ എന്നുള്ള ഓപ്ഷനിൽ ഇടുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരു 4 പോളിഗൺ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത പോളിയിൽ വന്ന് ഞാൻ ഇതിനെയും കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റുന്നു. അതിനുശേഷം പോളിഗൺ എന്നുള്ള ഓപ്ഷനിൽ വന്ന് ഇവിടെയും ഞാൻ 4 പോളിഗൺ ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നു സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് മാറ്റി ഇവിടെ ഞാൻ കോമ്പൗണ്ട് ഒബ്ജക്ട്സ് എന്നിടുന്നു. അതിനുശേഷം ഞാൻ കണക്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നോക്കുക, ഇവിടെ മൂവ് എന്നുള്ള ഓപ്ഷനിൽ ഇടുക. മൂവ് എന്നുള്ള ഓപ്ഷനിലിട്ട് പിക്ക് ഓപ്പറന്റ് ബി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ബോക്സ് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ബോക്സും ആയി കണക്ട് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ഭാഗങ്ങൾ തമ്മിലാണ് കണക്ഷൻ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. അതിനായിട്ട് ഇവിടെ നമുക്ക് സെഗ്മെന്റ് എന്നുള്ളിടത്ത് ഞാൻ 0 ആണ് കിടക്കുന്നത്. ഞാൻ അവിടെ കൂട്ടുന്നതിനനുസരിച്ച് സെഗ്മെന്റ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ സെഗ്മെന്റ് കൂട്ടി. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ ടെൻഷൻ എന്നുള്ളിടത്ത് 0.5 ആണ് കിടക്കുന്നത്. അത് ഞാൻ 0യിലേക്ക് കൊണ്ടുവരികയാണ്. സീറോയിലേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ഷേപ്പിലേക്ക് ഇത് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം താഴേക്ക് വരിക. ഇവിടെ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇപ്പോൾ റിസൾട്ടിലാണ് കിടക്കുന്നത്. ഞാനത് ഓപ്പറന്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റുകയാണ്. ശ്രദ്ധിക്കുക, ഈ കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ 2 ഹോളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഹോളുണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഹോളുണ്ട്. ഞാൻ വീണ്ടും റിസൾട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ തിരിച്ച് കണക്ഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പൊ ചെയ്ത നമുക്ക് അൺഡു ചെയ്യാം. ഞാൻ അൺഡു ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ആൾവേസ് എന്നുള്ള ഓപ്ഷനിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഇവിടെ സെഗ്മെന്റ് കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ റെൻഡറിങ് എന്നുള്ള ഓപ്ഷനിലിട്ട് ഞാൻ എന്തെങ്കിലും വ്യത്യാസം ഇവിടെ വരുത്തി കഴിഞ്ഞാൽ അത് ഇവിടെ വരുന്നതായിരിക്കത്തില്ല. പക്ഷെ അത് നമുക്ക് റെൻഡറിങ് എന്നുള്ള ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. റെൻഡർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ റെൻഡറിങ്ങിനുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് റെൻഡറിങ്ങിൽ പോയിട്ട് നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ മാറ്റം വരുത്തിയത് റെൻഡറിങ്ങിൽ കാണിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇവിടെ അല്ലാതെ കാണിക്കുന്നില്ല. റെൻഡറിങ്ങിൽ മാത്രമാണ് വ്യത്യാസം അറിയാൻ സാധിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇനി ഞാൻ അടുത്ത ഓപ്ഷനായ മാനുവലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഇനി ഞാൻ ഇവിടെ മാറ്റം വരുത്തുകയാണ്. മാറ്റം വരുത്തിയതിനു ശേഷം
43 45 സെഗ്മെന്റ് മാറ്റി അതിനുശേഷം മാനുവലിയിൽ ക്ലിക്ക് ചെയ്തു അപ്ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വ്യത്യാസം വരുന്നതാണ്. ഇതാണ് ആൾവേസ് എന്നുള്ളത്. നമുക്ക് വ്യത്യാസം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വ്യത്യാസം അനുഭവപ്പെടും. വെൻ റെൻഡറിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇവിടെ വ്യത്യാസം അറിയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് റെൻഡർ ചെയ്യുന്ന സമയത്ത് മാത്രം അതിന്റെ വ്യത്യാസം അറിയാൻ സാധിക്കും. മാനുവലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യാസം വരുത്തിയതിനു ശേഷം മാനുവലി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം അറിയുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഇതിന്റെ ഓപ്ഷൻസ് ആണ് ഇതുവരെ പറഞ്ഞത്. ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കിവിടെ ടെൻഷൻ വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. ഇതിപ്പം ഞാൻ മാറ്റുമ്പോൾ അറിയാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ഞാൻ ആൾവേസ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയിടുന്നു. ഇനി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റ് ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇതിൽ നിന്ന് എക്സിറ്റ് ആവുന്നതിനായിട്ട് ഈ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോമ്പൗണ്ട് ഒബ്ജക്ട്സ് മാറ്റി സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം നമുക്ക് 2 സ്പിയർ വെച്ച് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഞാനൊരു സ്പിയർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇതിന്റെ ഒരു കോപ്പി ഞാൻ എടുക്കുകയാണ്. കോപ്പി എടുക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റൊരു സ്പിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്താലും കിട്ടും. ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടി കോപ്പി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഈ ബോക്സിനെ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് അടിച്ച് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി എന്നാക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഇതിനകത്ത് പോളിഗൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് 2 പോളിഗൺ ഡിലീറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം അതുപോലെ തന്നെ വന്ന് ഇപ്പുറത്തെ സ്പിയറിൽ വരിക. ആദ്യമായി ഇതിനെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റുക. അതിനുശേഷം പോളിഗൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇവിടെ ഒരെണ്ണം ഇത് സെലക്ട് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഇവിടെ താഴെ നിന്നൊരു പോളിഗൺ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എഡിറ്റബിൾ പോളിയിലേക്ക് മാറ്റി ഈ ബോക്സിനെ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വന്നു. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് മാറ്റി കോമ്പൗണ്ട് ഒബ്ജക്ട്സിലേക്ക് ഇട്ടു. അതിനുശേഷം കണക്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ പിക്ക് ഓപ്പറന്റ് ബി മൂവിലാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ പിക്ക് ഓപ്പറന്റ് ബി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇത് സെലക്ട് ചെയ്യാണ്. നമ്മൾ ഇവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് 2 ഹോൾ ക്രിയേറ്റ് ചെയ്തു. എന്താണ് ഈ ഹോളിലേക്ക് കണക്ഷൻ ഉണ്ടായി, ഈ ഹോളിലേക്ക് കണക്ഷൻ ഉണ്ടായില്ല? എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള ഹോളുകളാണ് ഇത് ആദ്യമായിട്ട് കണക്ട് ആവുന്നത്. ഇതുമായിട്ട് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹോളുമായിട്ട് അടുത്ത് കിടക്കുന്ന ഹോൾ ഇവിടാണ്. ഈ ഹോളും തമ്മിൽ ഇതിനേക്കാൾ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ കണക്ഷൻ ക്രിയേറ്റ് ആകാതിരുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം ഇവിടെ ബാധകമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്മൂത്തിങ് കൊടുക്കാം. സ്മൂത്തിങ് കൊടുക്കാനായിട്ട് ഞാൻ ഇത് പറഞ്ഞു. ഇവിടെ സ്മൂത്തിങ് എന്നുള്ളത് ബ്രിഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ സ്മൂത്ത് ആയിട്ട് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്പറന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറി കിട്ടുന്നതാണ്. റിസൾട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണിക്കും. അതുപോലെ തന്നെ എൻസ് ബ്രിഡ്ജ് മാറ്റി ഞാൻ എൻസിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എൻഡിലുള്ള സ്മൂത്ത്നെസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഞാനിത് ഡിലീറ്റ് ചെയ്ത് മാറ്റുകയാണ്. ടീപോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാനൊരു ടീപോട്ട് ക്രിയേറ്റ് ചെയ്തു. ടീപോട്ട് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഞാനിവിടെ സെഗ്മെന്റ് കൂട്ടി കൊടുക്കുകയാണ്. ഞാൻ സെഗ്മെന്റ് കൂട്ടി കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ടീപോട്ടിന്റെ തന്നെ ഒരു കോപ്പി എടുക്കുകയാണ്. അതിന് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. അതിന് ഞാനൊന്ന് സ്കെയിൽ ചെയ്യാണ്. ഓക്കെ,
അതിനുശേഷം ഞാൻ ഇവിടെ വന്നു, മോഡിഫൈയിൽ വന്നു. ഇവിടെ എനിക്കിവിടെ ഹാൻഡിൽ വേണ്ട, ഞാൻ ഈ ഹാൻഡിൽ എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഇവിടെ വന്നു, എനിക്കിവിടെ ഹാൻഡിൽ വേണം, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ശ്രദ്ധിക്കുക, ഞാൻ ഈ ഹാൻഡിലിനെ മൂവ് ചെയ്യിച്ച് ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഹാൻഡിലിനെ ഞാൻ മൂവ് ചെയ്യിച്ച് ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. അതിനുശേഷം ഇനി ശ്രദ്ധിക്കുക, ഇവിടെ വന്നു. അതിനുശേഷം ഞാൻ ഇതിനെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കുന്നു. അതിനുശേഷം ഞാൻ പോളിഗൺ എടുക്കുന്നു. ഇവിടുന്ന് ഞാനൊരു 4 പോളിഗൺ ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ താഴെ നിന്ന് ഞാൻ 4 പോളിഗൺ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതിനുശേഷം ഞാൻ ടീപോട്ട് സെലക്ട് ചെയ്തു, കോമ്പൗണ്ട് ഒബ്ജക്റ്റ് എടുത്തു, കണക്ട് എടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഇൻസ്റ്റൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പിക്ക് ഓപ്പറന്റ് ബി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഹാൻഡിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ ഈ ടീപോട്ടിന്റെ ഈ ഹാൻഡിൽ ഇവിടെ കണക്ട് ആയിട്ടുള്ളതായിട്ട് കാണാം. ഇനി ഞാൻ ഇവിടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി സെഗ്മെന്റ്സ് കൂട്ടി കൊടുക്കുകയാണ്. സെഗ്മെന്റ് ഞാൻ കൂട്ടി കൊടുത്തു. ടെൻഷൻ ഞാൻ 0 ആക്കി കൊടുത്തു. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെഗ്മെന്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ തൽക്കാലം 0 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇത് ഓഫ് ചെയ്തു, സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ ഇതിനെ മൂവ് ചെയ്ത് മാറ്റുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇൻസ്റ്റൻസ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഹാൻഡിൽ ഇവിടെ ഇരിക്കുകയും ഇത് തമ്മിൽ കണക്ഷൻ ആവുകയും ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഞാൻ ഈ ടീപോട്ടിന്റെ ഈ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം മോഡിഫൈയിൽ വരുന്നു, റേഡിയസ് ഇവിടെ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ടീപോട്ടിന്റെ ഹാൻഡിൽ വലുതായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇൻസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് നോക്കാം. ഇത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ടീപോട്ട് ഉണ്ട്. അത് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ പോവുകയാണ്. ഞാൻ ഈ ഫ്രണ്ട് വ്യൂവിൽ വന്നു, മാക്സിമൈസ് ചെയ്തു. അതിന് ഞാൻ പെർസ്പെക്റ്റീവിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഞാൻ F4 പ്രസ് ചെയ്യാൻ F3 പ്രസ് ചെയ്തു. നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിക്കുക, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി എന്നുള്ള ഓപ്ഷനിലേക്ക് ഞാൻ മാറ്റുന്നു. അതിനുശേഷം ഞാൻ പോളിഗൺ എടുക്കുന്നു. പോളിഗൺ എടുത്തിട്ട് ഞാൻ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് താഴേക്ക് വരുന്നു, ഡിറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ അപ്ലൈ ചെയ്യുക. ഇവിടെ ഡിറ്റാച്ച് ഉണ്ട്, ഞാൻ ഡിറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ അപ്ലൈ ചെയ്ത് ഒബ്ജക്റ്റ് 001 എന്നുള്ള പേരിൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാം. ഞാൻ ഒബ്ജക്റ്റ് 001 എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് 001 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം മൂവ് ടൂൾ എടുക്കുന്നു. മൂവ് ടൂൾ നമുക്കുണ്ട്, താഴെയുണ്ട്, അതിനെ ഇതിലേക്കും അടുപ്പിക്കണം. അതിനുവേണ്ടി ഹൈറാക്കി ബട്ടൺ എടുക്കുന്നു, അഫക്റ്റ് പൈവറ്റ് ബട്ടൺ എടുക്കുന്നു. അതിനുശേഷം സെൻറ്റർ ടു ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റുന്നു, അഫക്റ്റ് പൈവറ്റ് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇതിനെ മൂവ് ചെയ്യിച്ച് മുകളിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു, സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ നിന്ന് കോമ്പൗണ്ട് ഒബ്ജക്ട്സിലേക്ക് മാറ്റുന്നു, കണക്ട് കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഇൻസ്റ്റൻസിൽ ഇടുന്നു, പിക്ക് ഓപ്പറന്റ് ബി എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ടീപോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം, ഇതും നമ്മൾ ഉണ്ടാക്കിയ ഹാൻഡിൽ ഇതിലേക്ക് കണക്ട് ആയിരിക്കുന്നതായിട്ട് കാണാം. താഴേക്ക് വരിക, സെഗ്മെന്റ് ഇൻക്രീസ് ചെയ്യുക. ശ്രദ്ധിക്കുക, സെഗ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ടെൻഷൻ കൂട്ടി കൊടുക്കുകയാണ്. ടെൻഷൻ കൂട്ടുന്നതിനനുസരിച്ച് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക്
കണക്ട് എന്ന ടൂൾ കൊണ്ട് ഈ രീതിയിൽ മോഡൽ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഒക്കെ ഈ രീതിയിൽ മോഡൽ ചെയ്യാം. സെഗ്മെന്റ് കൂട്ടുന്നതിനനുസരിച്ച് അവിടെ വ്യത്യാസം വരികയും ടെൻഷൻ കൂട്ടുന്നതിനനുസരിച്ചും കുറയ്ക്കുന്നതനുസരിച്ചും വ്യത്യാസം വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കണക്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. നിർത്തുന്നു. താങ്ക് യു.